അടുത്ത വർഷത്തിലേക്ക് കടക്കാം. 1906 സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനിയുടെ പത്രാധിപരായ വർഷമാണ് 1906. 1905 ഇത് സ്ഥാപിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ വർഷത്തിനകത്ത്. 1905 അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം 5 തെങ്ങിൽ സ്ഥാപിക്കുന്നത് 1905. 1906 കെ രാമകൃഷ്ണപിള്ളയെ ഇതിൻ്റെ പത്രാധിപരായി നിയമിക്കുന്നു. 1906 കെ രാമകൃഷ്ണപിള്ള ഇതിൻ്റെ പത്രാധിപരാകുന്നത്. ഏത് വർഷമാണ് വി നാഗമയ്യ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ പ്രസിദ്ധീകരിച്ചത്? ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ വി നാഗമയ്യ പ്രസിദ്ധീകരിക്കുന്നത് 1906. കേരളത്തിലെ ആദ്യത്തെ ചലച്ചിത്ര പ്രദർശനം കോഴിക്കോട്ട് നടന്നത് 1906. കേരളത്തിലെ ആദ്യത്തെ ചലച്ചിത്ര പ്രദർശനം കോഴിക്കോട്ട് നടക്കുന്നത് 1906. 1.25 ലക്ഷം ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തിൻ്റെ പരിഭാഷ 874 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മഹാഭാരതത്തിൻ്റെ മലയാള പരിഭാഷ പ്രസിദ്ധീകരിച്ച വർഷം 1906. അപ്പോൾ മഹാഭാരതത്തിൻ്റെ മലയാള പരിഭാഷ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ 874 ദിവസം കൊണ്ട് പൂർത്തിയാക്കി പ്രസിദ്ധീകരിച്ച വർഷമാണ് 1906. ധാക്കയിൽ ചേർന്ന യോഗത്തിൽ മുസ്ലിം ലീഗ് സ്ഥാപിതമായ വർഷം 1906. മുസ്ലിം ലീഗ് സ്ഥാപിതമായ വർഷം 1906. ഏത് യോഗത്തിലാണ്? ധാക്കയിൽ ചേർന്ന യോഗത്തിലാണ് മുസ്ലിം ലീഗ് സ്ഥാപിക്കുന്നത്. വർഷം 1906. മുസ്ലിം എന്ന പ്രസിദ്ധീകരണം വക്കം മൗലവി ആരംഭിച്ച വർഷം 1906. മുസ്ലിം എന്ന പ്രസിദ്ധീകരണം വക്കം മൗലവി ആരംഭിച്ച വർഷം 1906. പ്രശസ്ത ചിത്രകാരനായ രാജാ രവിവർമ്മ അന്തരിച്ച വർഷം 1906. രാജാ രവിവർമ്മ അന്തരിച്ച വർഷം 1906. ഗാന്ധിജി ബ്രഹ്മചര്യ ജീവിതചര്യയായി സ്വീകരിക്കാൻ തീരുമാനിച്ച വർഷം 1906. ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതചര്യയായി സ്വീകരിക്കാൻ തീരുമാനിച്ച വർഷം 1906. നൊബേൽ സമ്മാനം നേടിയ ആദ്യ അമേരിക്കക്കാരൻ എന്ന വിശേഷണം തിയോഡർ റൂസ്വെൽറ്റിന് സ്വന്തമായ വർഷം 1906. അപ്പോൾ ആദ്യത്തെ വനിത നമ്മൾ 1905 പഠിച്ചായിരുന്നു. ആദ്യ നൊബേൽ സമ്മാനം നേടിയ പ്രഥമ വനിത ബെർത്ത വോൺ സട്നർ. അത് 1905. ബെർത്ത വോൺ സട്നർ 1905. 1906 നൊബേൽ സമ്മാനം നേടിയ ആദ്യ അമേരിക്കക്കാരൻ എന്ന വിശേഷണം നേടിയത് തിയോഡർ റൂസ്വെൽറ്റ് 1906. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏത് വർഷമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം നടപ്പിൽ വരുത്തിയത്? ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം നടപ്പിൽ വരുത്തിയ വർഷമാണ് 1906. അക്രമരഹിതമായ സമരമുറയെ സൂചിപ്പിക്കുന്നതിന് സത്യാഗ്രഹം എന്ന വാക്ക് ഗാന്ധിജി ആവിഷ്കരിച്ചത് 1906. അക്രമരഹിതമായ സമരമുറയെ സൂചിപ്പിക്കാൻ സത്യാഗ്രഹം എന്ന വാക്ക് ഗാന്ധിജി ആവിഷ്കരിച്ചത് 1906. ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഒരേ ഒരു ഇടക്കാല ഒളിമ്പിക്സ് നടന്നത് 1906. ഏതൻസിൽ വെച്ചാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. ഇടക്കാല ഒളിമ്പിക്സ് ഒരേ ഒരു ഇടക്കാല ഒളിമ്പിക്സാണ് നടന്നത് 1906 ഏതൻസ്. കോൺഗ്രസ് പ്ലാറ്റ്ഫോമിൽ സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോമിൽ സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാഭായ് നവറോജിയാണ്. വർഷം 1906. ഗാന്ധിജി ആദ്യമായി സത്യാഗ്രഹം പ്രായോഗികമാക്കിയ വർഷം 1906. സത്യാഗ്രഹം പ്രായോഗികമാക്കിയ വർഷം 1906. അടുത്ത ഓസ്ട്രേലിയൻ ഓപ്പൺ ആരംഭിച്ച വർഷം 1906. ഓസ്ട്രേലിയൻ ഓപ്പൺ ആരംഭിച്ച വർഷം 1906. കോൺഗ്രസിൽ ആദ്യമായിട്ട് സ്വദേശി ആഹ്വാനം നടത്തിയ ബനാറസ് സമ്മേളനം നടന്നത് 1905. 1906 അതേപോലെ സ്വരാജ് എന്ന പദം ദാദാഭായ് നവറോജി ഉപയോഗിച്ച വർഷം 1906. താങ്ക് യു.